വീട്ടിൽ വന്നതിന് ശേഷം ദാ ഇന്നാണ് കേട്ടോ സൂര്യൻ ഉദിച്ചു വരുന്നതൊക്കെ ഞാൻ കാണുന്നത്. അപ്പൊ ഇത്ര തിരക്കിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ചാല് ഞാനും ഉസ്മാനും ചാച്ചും കൂടെ ഇന്നൊരു സ്പെഷ്യൽ സ്പോട്ടിൽ പോവാണ് കേട്ടോ. കണ്ണങ്കടവിലേക്ക് വരുമ്പോഴേക്ക് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷെ പറ്റാറില്ല കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, നമ്മളെ വീട്ടിലെത്തിയ നമുക്ക് ഒരു ഉറക്ക് കൂടുതലാണല്ലോ. അങ്ങനെ നമ്മൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ എലത്തൂർ എത്തി, വെങ്ങാലി എത്തി, ബട്രോഡ് എത്തി, കോഴിക്കോട് ബീച്ച് എത്തി, ചക്കങ്കടവ് എത്തി. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടോ. നമ്മൾ മാനാലിയിലേക്കാട്ടോ വന്നിട്ടുള്ളത്. സംഭവം വേറെ ഒന്നല്ല ഗൈസ്, യൂട്യൂബിലാണെങ്കിലും റീൽസിലാണെങ്കിലും ഓടിക്കളിച്ചോണ്ടിരിക്കുന്ന ദിനേശേട്ടന്റെ കടയിലേക്കാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ രാവിലെ വന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ 10 മണിന്റെ മുന്നേ എന്തായാലും വരണം. പിന്നെ നമ്മൾ ഒട്ടും വൈകിച്ചില്ല, നമ്മൾ ഒരു 8 മണി ആയപ്പോഴത്തേക്ക് അവിടെ എത്തി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ആയതുകൊണ്ടാവാം തിരക്ക് കുറച്ച് കുറവായിരുന്നു, പക്ഷെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തിരക്ക് നല്ല ബറബറായിരുന്നു കേട്ടോ. ഇനി ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടും വൈകിച്ചില്ല, 2 ചൂട് പൊറോട്ടയും അതേപോലെ തന്നെ ഒരു പുട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. ഇനി വരുന്നവനാണ് നമ്മളുടെ താരം കേട്ടോ. പിന്നെ ഇവൻ എപ്പോഴുള്ള ഒരു പരിപാടിയാണ് ഈ പുട്ടിലുള്ള തേങ്ങ മൊത്തം എനിക്ക് തരുന്നത്. പുട്ടിലെ തേങ്ങ ഉസ്മാനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഉസ്മാൻ പുട്ടിലെ തേങ്ങ മാറ്റുമ്പോഴേക്കും നമ്മളെ താരങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടോ. ഇവിടുത്തെ കറികളാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പൊ എന്തൊക്കെ കറികളാണുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിലും റീൽസിലൊക്കെ കണ്ട് കൊതി വിട്ടിരുന്ന കറികളാട്ടോ നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവരിത് കാലിയാക്കോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ഉസ്മാന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനിതാ ഈ ആക്രാന്തം മൂത്ത് എടുത്ത് തിന്നുന്നുണ്ടല്ലോ, അതാണ് എരുത് ഫ്രൈ കേട്ടോ. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് നല്ല ചിന്ന മുട്ടയും അതേപോലെ തന്നെ കല്ലുമ്മക്കായി മുളക് ഇട്ടതും അതേപോലെ തന്നെ കൂന്ത ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവിടെ ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എരുത് ഫ്രൈയും ചിന്ന മുട്ടയും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കല്ലുമ്മക്കായിലേക്ക് അങ്ങോട്ട് കടന്നു. കടക്കാന്നും ഇവിടെ പറയൂ കേട്ടോ. നിങ്ങൾ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പൊ ഞാൻ കല്ലുമ്മക്കായി ഇതേപോലെ ഓരോന്ന് എടുത്തിട്ട് നല്ല ചൂടോടെ വായിലിട്ട് കഴിക്കാണ് കേട്ടോ. വീഡിയോസിൽ കാണുന്ന പോലെ ആയിരുന്നില്ല കല്ലുമ്മക്കായി. എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഉസ്മാനിക്കും ചാച്ചുവിനും. പിന്നെ ഞാൻ നേരെ നോക്കിയത് കൂന്തൽ ഫ്രൈയിലേക്കാണ് കേട്ടോ. കേസ് കൂന്തൽ ഫ്രൈ ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആക്രാന്തം മൂത്ത് ഒരു 8 മണിയായപ്പോ എത്തിയല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കറികൾ ആവാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കറികളും സെറ്റ് ആവുന്നതാണ് ദിനേശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ കണ്ടു, കൊതി വെച്ചു, പോയി നോക്കി കഴിച്ചു, നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കടലമിഠായും കൂടി കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളെ പരിപാടി ഇനിയും ബാക്കിയാണ്, അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാട്ടോ. അപ്പൊ ദിനേശന്റെ കടയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റാത്ത. ബൈ ബൈ, സീ യു.